താങ്കളും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിജയരാഘവൻ്റെ അടുത്തിരിക്കുന്നൊരു വീഡിയോ പലതരത്തിൽ പ്രചരിക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ വാസ്തവം? എന്താണ് അതിലെ സത്യം? സത്യത്തിൽ ഇത് നടക്കുന്നത് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിൻ്റെ പിറ്റേന്നാണ്, തലേന്നാണ്. ഞാനും എൻ്റെ കുറച്ച് സുഹൃത്തുക്കളും, ഞങ്ങൾ 10-40 വർഷം പഴക്കമുള്ള സുഹൃത്തുക്കൾ, എല്ലാവരും കൂടി റിസൾട്ട് കാണാൻ വേണ്ടി എൻ്റെ മറ്റൊരു സുഹൃത്തിൻ്റെ വീടുണ്ട് അവിടെ. ആ വീട്ടിൽ ഞങ്ങളെല്ലാവരും ഒത്തുകൂടിയതാണ്, കോഴിക്കോട് ടൗണിൻ്റെ സെൻറ്ററിൽ. അപ്പോൾ അവിടെ അപ്രതീക്ഷിതമായിട്ട് വിജയരാഘവൻ കോഴിക്കോട് ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ, വിജയരാഘവൻ്റെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമ്മുടെ കൂടെയുള്ള എൻ്റെ സുഹൃത്ത് വിജയരാഘവനെ ഭക്ഷണം കഴിക്കാതെ പോകാൻ പാടില്ല എന്ന് ശാഠ്യം പിടിച്ചു. അദ്ദേഹം എന്തോ തിരക്കിൽ പോവാണ്. അപ്പോൾ ഇവൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവിടെ വന്നു ഭക്ഷണം കഴിച്ചു. ഞങ്ങളവിടെ ഒരു കരോക്കെയൊക്കെ ഉണ്ട്, ഞങ്ങൾ ഈ ചെറിയ പാട്ടിൻ്റെ ഒക്കെ ഒരു ചെറിയ സുഖമുള്ള ആൾക്കാരാണ്. അപ്പോൾ പാട്ടൊക്കെ പാടി അങ്ങനെ ഇരിക്കുകയാണ്, നാളെ രാവിലെ റിസൾട്ട് കാണാമല്ലോ എന്നുള്ള. അങ്ങനെ വിജയരാഘവൻ വന്നു, മൂപ്പര് നേരെ ഭക്ഷണം കഴിച്ചു. ഒരു 10 മിനിറ്റുള്ളിൽ മുമ്പ് ഭക്ഷണം കഴിച്ചു. അങ്ങനെ നമ്മൾ ആ ഇരിക്കുന്ന ഇരുത്തത്തിൽ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ മൂപ്പര് പോവുകയും ചെയ്തു. പ്രധാനമായിട്ടത് താങ്കളുടെ SDPI പാർട്ടി മെമ്പറാണോ അതോ എന്തെങ്കിലും തരത്തിലുള്ള ചുമതല? ഞാൻ തിരൂർ മുനിസിപ്പൽ വൈസ് പ്രസിഡൻ്റാണ്. മാത്രമല്ല ഞാനൊരു കച്ചവടക്കാരനാണ്. എനിക്കൊരു 3-4 ബിസിനസ്സുകളുണ്ട്. അപ്പോൾ ഞങ്ങൾ ബ്രദേഴ്സ് ഒന്നിച്ച്, അപ്പം ബിസിനസ്സുകാരുമായിട്ടുള്ള ബന്ധം അതിനേക്കാൾ വലിയ ഒരു രാഷ്ട്രീയ ബന്ധങ്ങളൊന്നുമില്ല. ഇപ്പോൾ CPMൻ്റെ തന്നെ 2-3 ആളുകൾ തിരൂരുമായിട്ട് ബന്ധപ്പെട്ട 1-2 ആളുകൾ മാത്രമേ എനിക്ക് നേരിട്ടിട്ട് ബന്ധമുള്ളൂ. ഞാനങ്ങനെ പരിചയമുള്ളൂ. താങ്കളുടെ SDPI ബന്ധപ്പെട്ട താങ്കളുടെ ചുമതല എന്താ ശരിക്കും? ഞാനിവിടെ തിരൂർ മുനിസിപ്പാലിറ്റി വൈസ് പ്രസിഡൻ്റാണ്. എനിക്ക് ഔദ്യോഗികമായിട്ട് SDPIയുടെ കാര്യങ്ങൾ സംസാരിക്കാനോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ കക്ഷികളുമായിട്ട് ചർച്ച ചെയ്യാനോ ഒന്നും എനിക്ക് അധികാരമില്ല. നമുക്ക് അതിനൊന്നുമുള്ള അറിവില്ല. നമ്മൾ മെമ്പറാണ്. പാർട്ടി മെമ്പറാണ്, അതിൽ സംശയമൊന്നുമില്ല. തിരൂർ മുനിസിപ്പൽ വൈസ് പ്രസിഡൻറ്റുമാണ് എന്നല്ലാതെ അപ്പം ഞങ്ങളിപ്പോൾ അതിൻ്റെ ശേഷം തെരഞ്ഞെടുപ്പിൽ ഞങ്ങളൊരു ബെറ്റ് വെച്ചിരുന്നു. ആ ബെറ്റ് വെച്ച് ഞങ്ങൾ 5000 വോട്ടിൻ്റെ മേലേക്ക് കുറുക്കോളി വന്നാൽ ഞാൻ ഭക്ഷണം വാങ്ങിത്തരുന്നു ഒരു പ്രഗത്ഭനായ മുസ്ലിം ലീഗ് നേതാവ് തന്നെ ബെറ്റ് വെച്ചു. ഞങ്ങളെല്ലാവരും കൂടി, ഇതേ ടീം തന്നെ, ഞങ്ങളെല്ലാവരും കൂടി പറഞ്ഞ് 5000ൻ്റെ താഴേക്ക് വരികയാണെങ്കിൽ ഞങ്ങളും വാങ്ങിത്തരുമെന്ന് പറഞ്ഞു. അല്ല, അവർ വാങ്ങിത്തരും, മേലെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിത്തരണമെന്ന് പറഞ്ഞു. ഒരിക്കലും 5000ത്തിന് മേലേക്കൊന്നും വരില്ല എന്നുള്ളത് മുസ്ലിം ലീഗിൻ്റെ ആളുകൾക്കും കുറുക്കോളിക്കും അറിയാം. പക്ഷേ ഇതൊരു ഒഴുക്കാണ്. സംഭവം ചുരുക്കി പറഞ്ഞാൽ 5600 ചില്ലാനം വോട്ടിട്ട് അദ്ദേഹത്തിന് കിട്ടിയല്ലോ. ഞങ്ങളെല്ലാവരും കൂടി കോട്ടക്കൽ നമ്മുടെ കുട്ടിയാക്കാൻ്റെ ഹോട്ടലുണ്ടല്ലോ, ആ ഹോട്ടലിൽ പോയി ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ PK നവാസ് കയറി വന്നു. ഞങ്ങളെല്ലാവരും കൈ കൊടുത്തു, സന്തോഷം പങ്കിട്ടു. അദ്ദേഹം ജയിച്ച ഒരു വ്യക്തി വരെയല്ലേ. അതേപോലെ തന്നെ അൻവർ അമീൻ സാർ ഉണ്ടായിരുന്നു. അൻവർ അമീൻ സാർ പിറ്റേന്ന് ഗൾഫിലേക്ക് പോവുകയും ചെയ്ത്. ബെറ്റിൽ കൂടി സന്തോഷം പങ്കിടുക എന്നേ ഉള്ളൂ. അത് സംസാരിക്കുമ്പോൾ തന്നെ പറഞ്ഞു, പൈസക്കൊന്നും ബെറ്റേക്കാൻ നമ്മൾ വേണ്ട, നമുക്ക് നല്ല തിന്നാം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ സുഹൃത്ത് പരാജയപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ സുഹൃത്തിൻ്റെ ഭക്ഷണം ഞങ്ങളെല്ലാവരും കൂടി എൻജോയ് ചെയ്തു. 10-24 ആൾക്കാരുണ്ടായിരുന്നു. ഇതൊക്കെ നാച്ചുറലി സംഭവിക്കുന്നത്. ഇതിലൊക്കെ എന്തിരിക്കണു? അതായത് അന്നത്തെ കൂടിക്കാഴ്ചയിലൊന്നും ഒരു രാഷ്ട്രീയ കാര്യങ്ങളോ ഇല്ല. രാഷ്ട്രീയത്തിന് അയാളാകെ 3-5-10 മിനിറ്റിട്ടാണ് ആകെ ഇരുന്നത്. ഭക്ഷണം കഴിച്ചു, അദ്ദേഹം അങ്ങോട്ടോ തിരക്കിട്ട് പോവാന്ന്. അപ്പോൾ അതിൻ്റെ കൂടെ അവിടെ വന്ന് ഭക്ഷണം കഴിച്ചു എന്നത് അത് ഇത്ര വലിയൊരു മാരകമായ തെറ്റാണോ? മാധ്യമങ്ങളിലൊക്കെ ഈ ചിത്രങ്ങളും ഈ വീഡിയോയും വെച്ച് പലതരത്തിലുള്ള ആളുകൾ അത് പ്രചരിപ്പിക്കുന്നുണ്ട്. അത്തരക്കാരോട് എന്താണ് പറയാനുള്ളത്? രാഷ്ട്രീയത്തിൽ അതൊന്നും ഒരു തെറ്റല്ല. ഒരാളെ കൊല്ലലോ, കത്തിയോണ്ട് കുത്തലോ, അല്ലെങ്കിൽ വേറെ കുതികാല് വെട്ടലോ, മറ്റേ മന്ത്രിയാവാനുള്ളവനെ പിടിച്ച് താഴത്തേക്ക് തള്ളിയിടലോ, ഇതൊന്നും ഒരു രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തെറ്റല്ലല്ലോ. അത് വേറെ സാധാരണക്കാർ ചെയ്യുമ്പോഴുള്ളൊരു മാരകമായ തെറ്റാവുള്ളൂ. ഇതും അങ്ങനെ കണ്ടാൽ മതി. എനിക്കിതിൽ യാതൊരു താല്പര്യമില്ല. എനിക്കെന്നല്ല, എൻ്റെ അവിടെ കൂടി ഒരു സുഹൃത്തുക്കൾക്കും ആർക്കും യാതൊരു താല്പര്യമില്ല. ഒരാൾ റോട്ടുമെന്ന് പോകുമ്പം അയാളൊരു ലീഗുകാരനായതുകൊണ്ട്
അയാളെ വണ്ടിമേ കയറ്റൂല, അങ്ങനത്തെ വാശിയൊന്നും നമുക്കില്ല. ഏത് ഫാസിസത്തെ എതിർക്കും, അത് BJP RSSുമായിട്ട് നമ്മൾ മരണം വരെ നമുക്കൊരു നിലപാടുണ്ട്. അത് നിലപാടാണ്. ബാക്കിയുള്ള എല്ലാം നമ്മുടെ രാഷ്ട്രീയ പ്രതിയോഗികളാണ്, ശത്രുക്കളല്ല. അത് നമ്മളെ പഠിപ്പിച്ചത് അതാണ് നമ്മുടെ രാഷ്ട്രീയം. ഇപ്പോൾ തങ്ങളുടെ SDPIയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറഞ്ഞിട്ടുള്ളത് നേമത്ത് മാത്രമാണ് ഞങ്ങൾ ശിവൻകുട്ടിക്ക് പിന്തുണ നൽകുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചത്. ബാക്കി എവിടെ പിന്തുണ നൽകുമെന്നുള്ളത് ഇതുവരെ വെളിപ്പെടുത്താത്ത കാര്യമാണ്. അത്തരമൊരു സാഹചര്യത്തിൽ അതും കൂടി കൂട്ടി വായിച്ചുകൊണ്ടാണ് ഈ ഒരു ചിത്രത്തെ പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നത്. അല്ല, SDPI എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പോലെ തന്നെ അവരുടെ നിലപാട് എന്താണോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ, ഇപ്പം CPMന് ഒന്നാകെ ചാർത്തി കൊടുത്തതാണെങ്കിൽ 34ഓളം സ്ഥലത്ത് നമ്മൾ സ്വന്തം മത്സരിച്ചിട്ടുണ്ട്. ചില സ്ഥലത്ത് CPMന് അഗെയിൻസ്റ്റായിട്ട് മത്സരിച്ചിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്ത് UDFനെതിരെ മത്സരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇതേ കുറുക്കോളിക്ക് ഞങ്ങൾ വരി നിന്ന് വോട്ട് ചെയ്ത ആളുകളാണ്. അത് ഞങ്ങളുടെ പാർട്ടി അന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടത് അതാണ്. ഇന്ന് നമ്മളോട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് പലയിടത്തും. അന്നേരക്ക് ഇപ്പോൾ ഞാൻ തുറന്ന് പറഞ്ഞാൽ എനിക്ക് മടിയൊന്നുമില്ല. ഞാൻ മാമനാ വോട്ട് ചെയ്തത്. എന്താ കാരണം വെച്ചാൽ ഇതാ നിങ്ങൾക്ക് കാണാം, എൻ്റെ ബാക്കിലുള്ള മതിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മതിലാണ്. മാത്രമല്ല അദ്ദേഹം എന്നെ ഒരു നിലക്കും ഉപദ്രവിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ എൻ്റെ നിലപാടുകളും തമ്മിൽ ഒരുപാട് വൈരുദ്ധ്യം ഉണ്ടാവും. പക്ഷേ അദ്ദേഹം താന്നൂരിൽ MLA ആയിരിക്കുമ്പം അദ്ദേഹം നടത്തിയ വികസനങ്ങൾ എണ്ണി പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം നന്നായിട്ട് വികസനം നടത്തിയെന്നാണ് എൻ്റെ ധാരണ. ചിലപ്പോൾ തെറ്റിദ്ധാരണ ആവാം. അത് എൻ്റെ നിലപാടാണ്. അന്നേരം ഞാൻ അതിൽ കൊടുത്തു. എൻ്റെ പാർട്ടി എന്നെ പിടിച്ചിട്ട് ചെവിക്ക് കുന്നിക്ക് പിടിച്ച് ഇവിടെ വോട്ട് ചെയ്യടാന്ന് ഇന്നേവരെ പറഞ്ഞിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ടുള്ള അത്രയേ ഉള്ളൂ. ഇതൊക്കെ ഇതിപ്പോൾ നിങ്ങളൊക്കെ വിളിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു പേടിയാണ്. കാരണം എനിക്ക് എന്താ വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രാഷ്ട്രീയക്കാർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് എന്താണോ അതിൽ ശരിയും തെറ്റും ഇടവും വലവും നോക്കാതെ പത്രക്കാരും മാധ്യമങ്ങളും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. പക്ഷേ അതുകൊണ്ട് വേറെ ആരെങ്കിലും വേദനിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പാർട്ടായി പോകുമല്ലോ എന്നുള്ള പ്രയാസം നല്ലതുണ്ട്.